ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതൊരു രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾക്ക് ഒമാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നമ്മളെ 20 ജഗ്വാർ വിമാനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഒമാന്റെ കൈവശമുള്ള അവര് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന 20 ജഗ്വാർ. ജഗ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. അത് ഇന്ത്യയുടെ എയർഫോഴ്സ് ചിരകാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒമാനിൽ നിന്നും 20 ജഗ്വാസ് നമ്മൾ വാങ്ങിക്കുവാൻ തീരുമാനിച്ചു. ഈ വാങ്ങിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജഗ്വാർ പൂർണ്ണമായിട്ടും നമ്മുടെ എയർഫോഴ്സിലേക്ക് ഇൻഡക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഇത് തല്ലിപ്പൊളിച്ചിട്ട് ഇതിൻ്റെ സ്പെയറുകളും പാർട്സുകളും ഒക്കെ നമ്മുടെ നിലവിലുള്ള ജഗ്വാർ വിമാനങ്ങൾക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതായത് ഏകദേശം 20-ൽ പരം ജഗ്വാർ ഫൈറ്റർ ബോംബേഴ്സ് ഇന്ത്യക്ക് നൽകുവാൻ ഒമാൻ താല്പര്യപ്പെട്ടു, അല്ലെങ്കിൽ ഒമാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 6 സ്ക്വാഡ്രൺ, ജഗ്വാറിന്റെ 6 സ്ക്വാഡ്രൺ ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു സ്ക്വാഡ്രണിൽ 18 മുതൽ 20 വാർപ്ലെയിൻസോളം വരും. അങ്ങനെ നോക്കുമ്പോൾ 120-ൽ പരം അല്ലെങ്കിൽ 120ഓളം ജഗ്വാറിന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആംഗ്ലോ ഫ്രഞ്ച് നിർമ്മിതമാണ്. ആംഗ്ലോ ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസൂടെ കൊളാബറേറ്റ് ചെയ്ത് നിർമ്മിച്ച ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ജഗ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബ്രിട്ടനും ഫ്രാൻസും എന്നെ ഇത് ഉപേക്ഷിച്ചാണ് ഇപ്പോൾ ഒമാനും അവർ പൂർണ്ണമായിട്ടും അവരുടെ എയർഫോഴ്സിൽ നിന്ന് ഇത് ഉപേക്ഷിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ അത് വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ത്യ ഒമാനും തമ്മിൽ നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മറ്റ് ഡിഫൻസിലും ഒക്കെ തന്നെ, പ്രതിരോധപരമായിട്ടും ഒക്കെ തന്നെ ഇന്ത്യ ഒമാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോയൽ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും, അതായത് റോയൽ എയർഫോഴ്സിനെ ബ്രിട്ടന്റെ എയർഫോഴ്സും ഫ്രാൻസിന്റെ എയർഫോഴ്സും ഒമാന്റെ എയർഫോഴ്സ് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ജഗ്വാറിനെ അവരുടെ സേനയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു, എന്താ പറയുന്നത്, ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എല്ലാം ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ എന്ന് നിർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് സ്പെയർ പാർട്സും അതുപോലെ അതിൻ്റെ കമ്പോണൻസും ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഒമാനിൽ നിന്ന് നമ്മൾ ഈ 20 പ്ലെയിൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ തല്ലിപ്പൊളിച്ചിട്ട് ഇതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ നമുക്ക് ഇന്ത്യയുടെ ജഗ്വാറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒമാനിൽ നിന്ന് നമ്മളിത് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ത്യ ഏകദേശം 2027 മുതൽ ജഗ്വാറിനെ ഫേസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. എന്നുവെച്ചാൽ നമ്മുടെ സേനയിൽ നിന്ന് നമ്മളതിനെ മാറ്റുവാൻ തുടങ്ങും. 2035 കംപ്ലീറ്റ് റിട്ടയർമെന്റ് നമ്മൾ ജഗ്വാറിന് കൊടുക്കും. അപ്പോൾ അതുവരെ നമുക്കിത് ഓടിക്കുക. കാരണം 120-120ഓളം ഫൈറ്റർ പ്ലെയിൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിന്റെ പാർട്സും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട കമ്പോണൻസും ഒന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് ഇത്രയും വർഷം നമുക്കിതിനെ ഓടിച്ചേ മതിയാവും. കാരണം 6 സ്ക്വാഡ്രൺ ഉണ്ട്. കാരണം 6 സ്ക്വാഡ്രനെ നമ്മൾ തീർച്ചയായിട്ടും മറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങിച്ച് ഇൻഡക്റ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ സ്ക്വാഡ്രനെ നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒമാനുമായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്, ലോങ് ഡിഫൻസ് റിലേറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് തരുവാന് ഒമാൻ താല്പര്യമാണ്. അതുകൊണ്ട് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ 6 സ്ക്വാഡ്രൺ ജഗ്വാറിനെ നമുക്ക് ഈ പറഞ്ഞ ഒരു അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് ഓടിക്കാൻ സാധിക്കും. കാരണം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിൻ്റെ സ്പെയറോ അല്ലെങ്കിൽ പാർട്സോ ഒക്കെ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, ഇതിൻ്റെ പ്രൊഡക്ഷനൊന്നും ഇല്ല. കാരണം ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ എന്നെ ഇത് ഉപേക്ഷിച്ചാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിതിനെ വളരെ പ്രയോജനകരമാക്കി മാറ്റാൻ സാധിക്കും. 1979 നമ്മളിത് ആദ്യമായിട്ട് ഈ എയർഫോഴ്സിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മുടെ എയർഫോഴ്സിൻ്റെ വളരെ ഏറ്റവും ഒരു, എന്താണ് പറയുന്നത്, ശക്തി പകരുന്ന ഒരു സ്ക്വാഡ്രൺ തന്നെയാണ് ജഗ്വാറിൻ്റെ. പക്ഷേ ഇതിപ്പോൾ വളരെ പ്രായം ചെന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഇതിന് വളരെയധികം നമുക്കറിയാം, ഏതൊരു മെയിനും കൂടുതൽ ഏജ് ആകുന്നതോറും അതിന് കൂടുതൽ മെയിൻ്റനൻസും അല്ലെങ്കിൽ സർവീസിങ്ങും ഒക്കെ വേണ്ടി വരും, ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ പാർട്സോ സ്പെയറോ ഒക്കെ വേണമെങ്കിൽ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ഇതിനെ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത ഫ്രാൻസോ ബ്രിട്ടൻ പോലും അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്,
ഇപ്പം അങ്ങനെയുള്ള ഫാക്ടറിയോ കമ്പനിയോ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അവരുടെ പക്കൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സ്പെയറുകളും പാർട്സുകളും കിട്ടാൻ. അപ്പോൾ ഒമാൻ ഇത് അവരുടെ എയർഫോഴ്സിൽ നിന്ന് ഉപേക്ഷിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഒമാൻ തമ്മിലുള്ള ചർച്ചയുടെ വിജയകരമായിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് 20 വിമാനങ്ങൾ തരുവാൻ ഒമാൻ തയ്യാറായിരിക്കുന്നത്. ഇത് വളരെ എന്താ പറയുന്നത്, പ്രഹരശേഷിയുള്ള, വളരെ ഡീപ് പെനിട്രേഷൻ സ്ട്രൈക്കിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. കാർഗിൽ 99 കാർഗിൽ യുദ്ധത്തിലും അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെയുള്ള പല ഏഹ്, തരത്തിലുള്ള അറ്റാക്കുകൾ നമുക്ക് നടത്തുവാൻ ഈ ഫൈറ്റർ വിമാനം ഉപയോഗിച്ച് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഈ പറഞ്ഞ ഫൈറ്റർ വിമാനങ്ങൾ ഇനി ഒരു 10 വർഷമെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഓടിച്ചേ വരത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെയറുകളും പാർട്സുകളും ഒക്കെ വേണം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഈ 20 വിമാനം കിട്ടുന്നതോടുകൂടി നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പെയർ ഒരു പ്രോബ്ലമാണ്. കാരണം ഫ്രാൻസും ബ്രിട്ടനും ഇത് എന്നേ നിർത്തിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നൈജീരിയ എന്ന് പറയുന്ന രാജ്യം ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് അവർക്കും ഫ്രാൻസ് ഏകദേശം നേരത്തെ 30 ജഗ്വാസ് ബ്രിട്ടീഷ്, ഒമാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫ്രാൻസ് 30ഓളം ജഗ്വാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടനും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പർപ്പസിന് വേണ്ടി. കാരണം അവർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അവർക്ക് ഉപയോഗമില്ലെങ്കിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എയർഫോഴ്സുകളുടെ ഇന്ത്യൻ എയർഫോഴ്സിന് അത് തരികയും നമുക്ക് ഈ പറഞ്ഞ സ്പെയറിൻ്റെ ഒക്കെ പർപ്പസിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പം കുറച്ച് നാളോട് ഏകദേശം 2035 വരെ ഒരുപക്ഷെ ഈ ജഗ്വാർ സ്ക്വാഡ്രൺ ഇന്ത്യൻ എയർഫോഴ്സിലുണ്ടാകും. 2027 കൂടി ഇത് പതുക്കെ പതുക്കെ ഫേസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമുക്ക് വേണ്ട സ്ക്വാഡ്രന്റെ എണ്ണം 42 സ്ക്വാഡ്രണെങ്കിലും വേണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 42.5 അങ്ങനെ കണ്ടാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് നിലവിൽ 30-നടുത്തേ ഉള്ളൂ. 30 ശരിക്കും പറഞ്ഞാൽ 28 സ്ക്വാഡ്രണാണ് ഫലവത്തായിട്ട് നമുക്കുള്ളത്. അപ്പൊ നമുക്കിപ്പോൾ ഒരു അടുത്തൊരു 10 സ്ക്വാഡ്രണോട് നമുക്ക് തീർച്ചയായിട്ടും വേണം. പക്ഷെ അത് ഇന്ത്യ വല്ലാത്തൊരു കണ്ടീഷനിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ജഗ്വാർ പോലുള്ള വിമാനങ്ങൾ പ്രായമാകും. 6 സ്ക്വാഡ്രൺ ഉണ്ട്. അപ്പം 120 വിമാനങ്ങളോളം നമുക്ക് ഫേസ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 120 വിമാനങ്ങളെ ഇത്രയും സ്ക്വാഡ്രനെ റീപ്ലേസ് ചെയ്യുക, അതിൻ്റെ കൂടെ അഡീഷണൽ സ്ക്വാഡ്രൺ ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച്. റഫേലിന് 2 സ്ക്വാഡ്രൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 114 ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ നമുക്ക് അങ്ങോട്ട് എന്താണ് പറയുന്നത്, തീരുമാനമായിട്ടില്ല. അതിൽ നമ്മൾ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ്, അപ്പോൾ അതും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഏകദേശം 200 തേജസ്സിന് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സമയം വളരെയധികം എടുക്കും. ഇന്ത്യയിൽ നമുക്കറിയാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും കൃത്യസമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്രയും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മേഖലയായിട്ട് തന്നെയും അതിനകത്തിലൊക്കെ ഒത്തിരി കാലതാമസം നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ജഗ്വാറിനെ സംബന്ധിച്ച് മറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെക്കാളൊക്കെ നല്ല സേഫ്റ്റി റെക്കോർഡൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന മറ്റ് ഇപ്പം ഫ്രാൻസിൻ്റെ സ്വന്തമായിട്ടുള്ള മിറാഷ്, റഷ്യയുടെ മിഗ് ഇതുപോലുള്ള സുക്കോയി, അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലാണ് ജഗ്വാർ. അപ്പോൾ അവരുടെ സേഫ്റ്റി റെക്കോർഡൊക്കെ വളരെ നല്ലതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ മെച്ചപ്പെട്ട ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇതുപോലുള്ള രീതികളിൽ കൂടെ ഒക്കെ തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ തന്നെ മേടിച്ചത് ഇപ്പോൾ നിലവിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ കാറ് കമ്പനി ഇല്ല, അല്ലെങ്കിൽ ആ മോഡൽ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ സ്പെയറുകളും പാർട്സുകളും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പഴയ കാറുകളുടെയൊക്കെ സ്പെയറുകളോ പാർട്സോ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ നമുക്കതിനെ മുന്നോട്ട് റൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയുള്ള ഇപ്പോൾ ഇവിടുത്തെ ഈ ജഗ്വാറിൻ്റെ കാര്യം തന്നെയല്ല. ഇപ്പം ഇത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യ ഇന്ത്യ പോലുള്ള വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടൊരു രാജ്യമായതുകൊണ്ടും നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എപ്പോഴും ഈ 24/7 നമ്മൾ നേരിടുന്ന ഭീഷണികൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ എയർഫോഴ്സിനെയൊക്കെ വളരെ എന്താണ് പറയുന്നത് ഒരു എപ്പോഴും ഏറ്റവും മികച്ചതാക്കി വെക്കുക അല്ലെങ്കിൽ മെച്ചപ്പെട്ടതാക്കി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ 6 സ്ക്വാഡ്രൺ എന്ന് പറയുമ്പോൾ 120 ഫൈറ്റർ എയർക്രാഫ്റ്റിന് നമുക്ക് റൺ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഒന്നും ഇപ്പോൾ ലോകത്തില്ല. അതിൻ്റെ ഉൽ- അത് നിർമ്മിക്കുന്ന നിർമ്മാതാക്കളായിട്ടുള്ള ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ തന്നെ എന്നെ അവരുടെ എയർഫോഴ്സിൽ നിന്ന് ജഗ്വാറിനെയൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ഒമാനും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ 20 വിമാനം ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു വലിയൊരു എന്താണ് പറയുന്നത് ഒരു ആശ്വാസമാണ്. കാരണം നമ്മുടെ നിലവിലുള്ള ഈ 6 സ്ക്വാഡ്രണിൽ ഏതെങ്കിലും ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഗ്രഡേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെയർ തപ്പി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ 20 വിമാനങ്ങൾ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സ്പെയറും പാർട്സും നട്ടും ബോൾട്ടും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു 10 വർഷക്കാലത്തൊക്കെ ഈ 120 ജഗ്വാർ വിമാനങ്ങളെ ഓടിക്കാൻ നമുക്ക് ഏഹ്, അതുകൊണ്ട് കഴിയും. അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ താങ്ക്സ് ടു ഒമാൻ. ഇങ്ങനെ ഇനി ഇതുപോലുള്ള ഏതെങ്കിലും രാജ്യം ഈ പറഞ്ഞ ജഗ്വാർ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അവരുടെ എയർഫോഴ്സിൻ്റെ സ്ക്വാഡിൽ നിന്ന് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും വാങ്ങിക്കുവാനുള്ള പാകിസ്ഥാൻ ചൈന ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാൽ തന്നെയും ഇന്ത്യക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ ഇതൊക്കെ. ഒമാനുമായിട്ട് നല്ല ബന്ധങ്ങളുള്ളതുകൊണ്ട് ഇത് പ്രശ്നമല്ല. കാരണം എളുപ്പം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഒരു റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമായിട്ട് നമുക്ക് കരുതാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. അടുത്ത ഇന്ത്യയുടെ എയർഫോഴ്സിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എന്താണ് പറയുന്നത് ഇപ്പം ചൈന നമ്മുടെ തൊട്ടയലത്ത് ഒരു ജയൻ്റായിട്ട് നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഏകദേശം ഒരു 10-42 സ്ക്വാഡ്രൺ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വാഡ്രണിൽ അതിനൊരു ചില ക്രൈറ്റീരിയ ഉണ്ട്. അതിനനുസരിച്ച് ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ അറിവില്ല. ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാണ് ഒരു സ്ക്വാഡ്രൺ എന്നുള്ളത്. അപ്പം അതിനകത്ത് ഇത്ര ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നോ ഇത്ര ബോംബറെന്നോ അല്ലെങ്കിൽ ഇത്ര മാൻ പവർ എന്നോ ഒക്കെ പറഞ്ഞ് കാണും ചിലപ്പോൾ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുമ്പം ഇപ്പം എയർഫോഴ്സിനെ സംബന്ധിച്ച് സ്ക്വാഡ്രൺ എന്നാണ് പറയുന്നത്. നേവിയെ സംബന്ധിച്ച് ഫ്ലീറ്റ് എന്ന് പറയും. ഇല്ലേ, അമേരിക്കയുടെ നമ്മൾ 7th ഫ്ലീറ്റ്, അമേരിക്ക 7 ഫ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്ര ഇന്ന ഇന്ന ടൈപ്പിലുള്ള ഷിപ്പുകളെ ഇത്ര മാൻ പവർ ഇത്ര സെയിലേഴ്സ് എന്നൊക്കെ പറഞ്ഞ കണക്കുകളുണ്ട്. അപ്പോൾ അതാണ് ഒരു ഫ്ലീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ക്വാഡ്രണും ചില കണക്കുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 28 സ്ക്വാഡ്രണേ നമുക്ക് നിലവിലുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് 42 അല്ലെങ്കിൽ 43 സ്ക്വാഡ്രൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ 43 സ്ക്വാഡ്രൺ ഓക്കെ നമ്മൾ 30 സ്ക്വാഡ്രൺ തന്നെ കൂട്ടുക. 30 സ്ക്വാഡ്രൺ കഴിഞ്ഞാൽ നമുക്കൊരു 10-12 സ്ക്വാഡ്രൺ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് ഇന്ത്യക്ക് അങ്ങോട്ട് അതിനുള്ളൊരു ആ കപ്പാസിറ്റി ഫില്ല് ചെയ്യാൻ ഇതിന് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഒരു ആശങ്കാപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ ഇന്ത്യ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഇതിനകത്തിൽ ഇത്രയും സ്ക്വാഡ്രൺ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യ ഇപ്പം ഒരു രീതിയിലുള്ള തീരുമാനമായിട്ടില്ല. പാകിസ്ഥാൻ പോലും സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്നും വാങ്ങിക്കാനുള്ള തീരുമാനങ്ങളും അവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഈ ഷോർട്ട് ടൈമിൽ തന്നെ അത് സംഭവിക്കും. അതുകൊണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ പോലും ഇതൊരു തീരുമാനമായിട്ടില്ല. എവിടുന്നേലും ഇന്ത്യക്ക് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒത്തിരി കാലം ഒത്തിരി സമയം നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷേ തൽക്കാലത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ടെമ്പററി എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകിൽ റഷ്യയുടെ ഈ പറഞ്ഞ SU-57 അതുപോലെ ഏതെങ്കിലും
ഒന്നോ രണ്ടോ സ്ക്വാഡ്രൺ മേടിച്ച് നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും തീരുമാനങ്ങൾ ഇതുവരെ ഗവൺമെൻറ് ഭാഗത്തൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിനേക്കാളും പൊതുവെ നമ്മൾ കാണുന്ന കേൾക്കുന്നതിനേക്കാളും വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ എയർഫോഴ്സ് പോലുള്ള സേനാ വിഭാഗം നേരിടുന്നത് എന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും സമാനമായിട്ടുള്ള ടോപ്പിക്കുകൾ വരും വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.